ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ CPIM പറവൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് CPIM പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം S. ശർമ്മ ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും വേട്ടയാടി ഭൂരിപക്ഷ മതരാഷ്ട്ര സങ്കല്പം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ പ്രതിരോധത്തിന്റെ മഹാസാഗരം തീർത്ത് ചെറുക്കണമെന്ന് S. ശർമ്മ പറഞ്ഞു. ശക്തമായി എതിർക്കുന്നതിന് പകരം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ പരസ്യമായി ന്യായീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്കും അതുപോലെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിന് കത്ത് മുഖാന്തരം എത്രയും പെട്ടെന്ന് കന്യാസ്ത്രീമാർക്ക് മോചനമുണ്ടാകണമെന്നും അവരെന്ന് തിരിച്ചുവിടണമെന്നും നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നാവശ്യപ്പെട്ടു. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ വക്കീൽ ഇന്ന് രാവിലെ കോടതിയുടെ മുമ്പിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഗവൺമെൻറ് എതിർത്തിരിക്കുക. എതിർത്ത് എന്ന് പറഞ്ഞിട്ടാണെന്നറിയാമോ? ഒന്ന് രാജ്യദ്രോഹം, 2 മതപരിവർത്തനം. ഈ 2 കാര്യങ്ങൾ രാജ്യദ്രോഹത്തിനാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യനായി പിറന്ന് മരിക്കുവോളം പണിയെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും പൗരാവകാശത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ലോകത്തെമ്പാടുമുള്ള ജനസമൂഹത്തിൻ്റെ മനുഷ്യത്വത്തിന്റെ ചെമ്പതാകേന്തി ഭരണഘടനയെ സംരക്ഷിക്കാൻ ബഹുജനങ്ങളുടെ ഉരുക്കുകോട്ട തീർക്കുന്ന CPIM സമീപനം പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം പകർന്നു നൽകുന്നുവെന്ന് KRLCC സെക്രട്ടറി ജനറൽ ഫാദർ ജിജു അറക്കത്തറ പറഞ്ഞു. ഇത് നേരത്തെ നമ്മുടെ ആമുഖത്തിൽ ഏരിയ സെക്രട്ടറി ശ്രീ നിതിൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഭരണഘടനാ ലംഘനം മാത്രമല്ല, ഒരു മനുഷ്യാവകാശ ധ്വംസനം കൂടിയാണ്. ഇങ്ങനെ നിരന്തരമായി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മഴത്തുള്ളികളല്ല നദീതടങ്ങളാണ് സംസ്കാരങ്ങളെ സൃഷ്ടിക്കുന്നത്. മഴത്തുള്ളികളല്ല നദീതടങ്ങളാണ് ഏതൊരു സംസ്കാരത്തിനും നാന്ദി കുറിച്ചിട്ടുള്ളത്. മഴത്തുള്ളികൾ ഒന്നും അവശേഷിക്കാതെ അലിഞ്ഞു ചേരുമ്പോൾ അനേകം തുള്ളികൾ ചേർന്ന് ചെറിയ ചെറിയ ജലധാരയാവുകയും അതൊരു മഹാനദിയാവുകയും അതിന്റെ ഓരം ചേർന്ന് മഹിതമായ സംസ്കാരങ്ങൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നദികൾ ഉണ്ടാകുമ്പോൾ സംസ്കാരങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സംസ്കാരങ്ങൾ ഇല്ലാതാക്കുവാൻ, മഹിതമായ സംസ്കാരങ്ങളെ പാടെ തുടച്ചു മാറ്റിക്കൊണ്ട് മഴത്തുള്ളികൾ മാത്രം അവശേഷിക്കണമെന്നുള്ള സങ്കുചിത ചിന്തയുള്ളവർക്കെതിരെ ഇവിടെ ഇനിയും നദികൾ ഒഴുകും, സ്നേഹത്തിന്റെ നദികൾ ഒഴുകും, മഹിതമായ സംസ്കാരം അവശേഷിക്കും. അതിനുവേണ്ടി പ്രതിരോധം ചേർക്കുവാൻ ഇനിയും അനേക മനുഷ്യർ അവശേഷിക്കുന്നുവെന്നുള്ള നന്ദിയുടെ, പ്രതീക്ഷയുടെ ഒരു സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. TR ബോസ് അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി TV നിതിൻ, ജില്ലാ കമ്മിറ്റി അംഗം PS ശൈല, KA വിദ്യാനന്ദൻ, അഡ്വക്കേറ്റ് റാഫൽ ആന്റണി, TS രാജൻ, PP അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.